ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമുക്കിന്ന് ഫിഷ് ബോൺ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇത് ഫിഷ് ബോൺ സ്റ്റിച്ച് ഉപയോഗിച്ചുള്ള ഒരു ലീഫാണ്. ഫിഷ് ബോൺ സ്റ്റിച്ച് ഒരു പൂവിൻ്റെ ഇതളിൻ്റെ ഷേപ്പ് വരച്ചെടുക്കുക. ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. നൂല് മുകളിൽ നിന്ന് കുത്തിയെടുക്കുക. 6 ഇഴ നൂലാണ്. അതിനുശേഷം ഈ വരയുടെ ഈ സൈഡിൽ കുത്തിയിറക്കുക. അതിനുശേഷം ആദ്യം കുത്തിയെടുത്തിൻ്റെ വലത് സൈഡിൽ നിന്ന് കുത്തുക, മേലോട്ടെടുക്കുക. ഇടത് സൈഡിൽ കുറച്ച് താഴെ കുത്തിയിറക്കുക. വീണ്ടും ഇടത് സൈഡിൽ സൂചി കുത്തി മുകളിലേക്ക് എടുക്കുക. വലത് സൈഡിൽ കുറച്ച് താഴെ വരയുടെ വലത് സൈഡിൽ കുത്തി താഴ്ത്തുക. വീണ്ടും വലത് സൈഡിൽ കുത്തിയെടുക്കുക. വരയുടെ താഴെ ഇടത് സൈഡിൽ കുത്തി താഴ്ത്തുക. വീണ്ടും ഇടത് സൈഡിൽ നിന്ന് കുത്തി മുകളിലേക്ക് എടുക്കുക. വരയുടെ വലത് സൈഡിൽ താഴേക്ക് താത്തുക. വീണ്ടും വലത് സൈഡിൽ കുത്തി മേലോട്ടെടുക്കുക. വരയുടെ ഇടത് സൈഡിൽ താഴേക്ക് താഴ്ത്തുക. വീണ്ടും ഇടത് സൈഡിൽ നിന്ന് കുത്തി മേലോട്ടെടുക്കുക. വരയുടെ വലത് സൈഡിൽ താഴേക്ക് താത്തുക. വലത് സൈഡിൽ നിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കുക. ഇടത് സൈഡിൽ താഴേക്ക് താഴ്ത്തുക. ഇതുപോലെയുള്ള 4 പെറ്റൽസ് വരച്ചാൽ ഒരു പൂവാകും. നമുക്ക് നൂലിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും കാണാൻ. ഇനി നമുക്കിതിൽ ഗ്രീൻ കളർ കൂടി കൊടുത്തു നോക്കാം. ഇതാണ് ഫിഷ് ബോൺ സ്റ്റിച്ച്. ഇതൊരു പെറ്റലാണ്. ഇതുപോലെ 4
പെറ്റൽ വരച്ചാൽ ഒരു ഫ്ലവർ ആകും. പൂവിൻ്റെ ഇതളിൻ്റെ ഷേപ്പ് വരുമ്പോൾ ഇങ്ങനെ റൗണ്ടിൽ വരയ്ക്കണം. ലീഫാണ് വരയ്ക്കുന്നതെങ്കിൽ ഇവിടെ കൂർത്തിട്ട് വരണം, അപ്പോൾ ലീഫാകും. എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.